നമ്മളെ ഇന്നത്തെ പരിപാടി നമ്മളിന്ന് ഋതപ്പനെ കാണാനായിട്ട് പോവാണ്. സുഖമാണ്. സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ചർച്ചയാകുന്ന ഒരു പേരാണ് രേണു സുധി. ഒരു മാസം മുൻപാണ് മൈ ലൈഫ് സ്റ്റോറി എന്ന ക്യാപ്ഷനോടെ തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളും 21 വയസ്സിനിടെ തൻ്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ളവർ മൂലം തനിക്കുണ്ടായ ബുദ്ധിമുട്ടുകളും കൊല്ലം സുധിയുടെ മൂത്ത മകനായ കിച്ചു സോഷ്യൽ മീഡിയയിലൂടെ വെളിപ്പെടുത്തിയത്. ഒപ്പം രേണുവിനെക്കുറിച്ചും അവരുടെ കുടുംബം മൂലം താൻ അനുഭവിച്ച ബുദ്ധിമുട്ടുകളെക്കുറിച്ചും കിച്ചു പറഞ്ഞിരുന്നു. അത് വലിയ രീതിയിൽ വൈറലാവുകയും രേണുവിനും കുടുംബത്തിനുമെതിരെ സോഷ്യൽ മീഡിയ തിരിയുകയുമെല്ലാം ചെയ്തു. ഇതിന് മറുപടിയുമായി രേണു സുധിയും രംഗത്തെത്തിയിരുന്നു. അതിനുശേഷം കിച്ചുവും രേണുവും തമ്മിലുള്ള കോൺടാക്റ്റുകളൊന്നും ഇല്ല എന്ന് ഇവർ വീഡിയോയിൽ പറയുന്നുമുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം കിച്ചു തൻ്റെ അനിയനെ കാണാൻ വേണ്ടി കോട്ടയത്ത് എത്തുകയും അവിടെ നടന്ന സംഭവങ്ങളുമാണ് പുതിയ വീഡിയോയിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. സാധാരണഗതിയിൽ കിച്ചു വീട്ടിലേക്ക് വരുമ്പോൾ വാ തോരാതെ സംസാരിച്ച് കിച്ചുചേട്ടൻ്റെ തോളിൽ കയറിയിരുന്ന് പൊട്ടിച്ചിരിക്കുന്ന ഋതുലിനെ പ്രേക്ഷകർ മുമ്പും കിച്ചുവിൻ്റെ വ്ലോഗിലൂടെ കണ്ടിട്ടുള്ളതാണ്. എന്നാൽ ഇത്തവണ കിച്ചു കാണാൻ വന്നപ്പോൾ പഴയ അടുപ്പമോ നിറച്ചിരിയോ ഒന്നും ഋതപ്പൻ്റെ മുഖത്ത് ഉണ്ടായിരുന്നു. കുറേ നേരം ആവശ്യപ്പെട്ടാൽ മാത്രം ഒന്ന് ചിരിക്കും. കിച്ചു വിശേഷങ്ങളെല്ലാം ചോദിച്ചറിയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഋതുലിന് പഴയ ഉത്സാഹമൊന്നുമില്ല. വിഷാദമായ മുഖഭാവമായിരുന്നു വ്ലോഗിൽ മൊത്തത്തിലും. അതിനാൽ തന്നെ ഋതപ്പനെ കാണണമെന്ന് അവരാവശ്യപ്പെടുമ്പോൾ എങ്ങനെയാകും അവരുടെ പ്രതികരണം എന്നോർത്ത് കിച്ചുവിന് ഭയവും ആശങ്കയും ഉണ്ടായിരുന്നു. ഋതപ്പനെയും രേണുവിൻ്റെ ചേച്ചിയുടെ മക്കളെയും ഔട്ടിങ്ങിന് കൊണ്ടുപോകണം, അനിയനൊപ്പം അല്പം സമയം ചിലവഴിക്കണം എന്നീ ഉദ്ദേശങ്ങളോടെയാണ് കിച്ചു കോട്ടയത്ത് വന്നത്. ആദ്യം രേണുവിൻ്റെ അച്ഛൻ ഋതുലുമായി കിച്ചു ഔട്ടിങ്ങിന് പോകുന്നതിനെ എതിർത്തിരുന്നു. വ്ലോഗിൽ കിച്ചു തന്നെ അത് പറയുന്നുമുണ്ട്. ശേഷം രേണുവിനെ വിളിച്ചാണ് സമ്മതം വാങ്ങിയത്. ഋതപ്പനെ ആരോ പേടിപ്പിച്ച് വച്ചിരിക്കുകയാണെന്നും കിച്ചു വന്നാൽ പോകരുതെന്ന് പറഞ്ഞ് എല്ലാവരും ചേർന്ന് മനസ്സ് മാറ്റിക്കാണും. ആകെ പേടിച്ച് ഭയന്നാണ് ആ കുട്ടി ഇരിക്കുന്നതും പഴയതുപോലെ അല്ല ആ കുട്ടി കിച്ചുവിനോട് ബിഹേവ് ചെയ്യുന്നതെന്നും ആ കുഞ്ഞിന് പേടിയോ ഭീഷണിയോ ഉള്ളതുപോലെ തോന്നുന്നുമെന്നാണ് വീഡിയോ കണ്ടവർ പറയുന്നത്.